എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സരളി വരിശകളെ കുറിച്ചാണ് പറഞ്ഞത്. സരളി വരിശകളും അതുപോലെ തന്നെ കാലത്തിനെ കുറിച്ചും പല കാലങ്ങൾ, ഒന്നാം കാലം, രണ്ടാം കാലം, മൂന്നാം കാലം, നാലാം കാലം എങ്ങനെ വായിക്കാം അതേക്കുറിച്ച് ടെക്നിക്സ് ആണ് പറഞ്ഞത്. ഈ അധ്യായത്തിൽ നമ്മൾ ജണ്ട വരിശകൾ എന്ന് പറഞ്ഞ വളരെ പ്രത്യേകതയുള്ള ഒരു വരിശയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ കർണാടക സംഗീതം പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വരിശയാണ് ജണ്ട വരിശകൾ. ജണ്ട വരിശകൾ വയലിൻ വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരിശയാണ്. വയലിൻ്റെ പ്രാക്ടീസ് പാഠകൈകളിലെ പ്രധാനപ്പെട്ട ഒരു വരിശയാണ് ജണ്ട വരിശകൾ. അത് നമ്മുടെ കീർത്തനങ്ങളിലായാലും വർണ്ണങ്ങളിലായാലും ജണ്ട പ്രയോഗങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നതാണ്. മിക്കവാറും നമുക്കത് കാണാൻ സാധിക്കും. അതില്ലാതെ നമുക്ക് മിക്ക കൃതികളും നമുക്ക് വായിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ പ്രയോഗത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വരിശയുടെ ഒരു പ്രത്യേകത, എല്ലാ സ്വരങ്ങളും ഇരട്ടയായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ ഒരു സ്വരം വായിക്കുമ്പോൾ അതിൻ്റെ താഴത്തെ സ്വരവും കൂടെ അതിൻ്റെ ഇടയിൽ വരുന്നതായിട്ട് നമ്മൾ കുറച്ച് ഡെപ്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഒരു സ്വരം താഴത്തെ സ്വരത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് അതിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ വായിച്ചാൽ മാത്രമേ ജണ്ടയായിട്ട് തോന്നുകയുള്ളൂ. ഞാനൊന്ന് പാടി കേൾപ്പിക്കാം. അപ്പോൾ നമ്മുടെ സരിഗമ പദനി സപ്തസ്വരങ്ങൾ തന്നെ അതിനെ ഡബിളാക്കി ജണ്ടയായിട്ട് എങ്ങനെ പാടുന്നു? സ സ രി രി ഗ ഗ മ മ പ പ ധ ധ നീ നീ സ സ സ സ നീ നീ ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. ഇപ്പോൾ ജണ്ട വരിശകൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലാത്തൊരു കാര്യമായിരിക്കും നമ്മൾ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. സാ വായിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ താഴത്തെ സ്വരം, ഏത് സ്വരം വായിച്ചാലും അതിൻ്റെ തൊട്ട് താഴെയുള്ള സ്വരം അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. അത് വളരെ ചെറിയൊരു ധ്വനി മാത്രമേ അതിൽ ആ സ്വരത്തിൻ്റെ ഉണ്ടാവുള്ളൂ. നമുക്ക് വളരെ മൈന്യൂട്ടായിട്ട് അനലൈസ് ചെയ്ത് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആ രീതിക്ക് കണ്ട് വായിച്ചാൽ മാത്രമേ ജണ്ട വരിശയായിട്ട് തോന്നുകയുള്ളൂ. ഞാനൊന്ന് കാണിച്ചു തരാം, പാടിത്തരാം. സ സ എന്ന് പറയുമ്പോൾ സാ നി സാ, നീയുടെ ചെറിയൊരു കണിക അവിടെ ഉണ്ടാവും. രേ സരി സാ ചെറുതായിട്ടുണ്ടാവും. ഗ രി ഗ മാ ഗ മാ പാ പ ദ പ ദ നീ ധ നീ സാ നി സ സാ നി സ നീ ധ നീ ദ പ ദ പാ മ പ മാ ഗ മാ ഗ രി ഗ രേ സരി സാ നി സ എന്നാണ്. കുറച്ച് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പാടിക്കഴിഞ്ഞാൽ അതുപോലെയല്ല നമ്മൾ പാടുമ്പോൾ ശരിക്കും സാസാന്നേ പാടത്തുള്ളൂ. പക്ഷെ ആ നീയുടെ ധ്വനി അവിടെ വരും. എല്ലാ സ്വരങ്ങൾക്കും അതിൻ്റെ തൊട്ട് താഴത്തെ സ്വരത്തിൻ്റെ ഒരു ചെറിയ ധ്വനി അതിൽ കൊടുത്തിട്ടാണ് അത് വായിക്കുക. എന്നെങ്കിലേ നമ്മുടെ ജണ്ട വരിശ പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ വയലിൻ ഇത് നമുക്ക് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കുക, സാ വായിക്കാൻ തുടങ്ങുന്നത് നമ്മൾ മൂന്നാം കമ്പിയിൽ നിന്നാണ്. തേർഡ് സ്ട്രിങ്ങിൽ മാ എങ്ങനെ സെക്കൻഡ് സ്ട്രിങ്ങിൽ വെക്കുന്നു അതുപോലെ തേർഡ് സ്ട്രിങ്ങിൽ സാ വെക്കണം. വളരെ ശ്രദ്ധിച്ച് കണ്ട് ഇത് വായിക്കണം. ഇപ്പോൾ സാധാരണയായി പലരും ഒരുപാട് തെറ്റ് ഇതിൽ വരുന്നുണ്ട് ഈ ഒരു വരിശ വായിക്കുന്നതിൽ. ഇത് കൃത്യമായ രീതിയിൽ വായിച്ചെങ്കിലേ അതിൻ്റെ പ്രയോജനം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് വായിക്കുക. മൂന്നാം കമ്പിയിൽ സാ. അപ്പോൾ സാ വായിച്ചിട്ട് അടുത്ത സാ വായിക്കുമ്പോൾ നമ്മൾ കൈ ചെറുതായിട്ട് എടുത്ത് വെക്കുക. അവിടെയാണ് സാ നിസ എന്ന് പോലെ ഒരു ധ്വനി അവിടെ ഉണ്ടാകും. രി വരുമ്പോൾ സായുടെ ഒരു ചെറിയ ധ്വനി ഇടയ്ക്ക് വരും. എടുത്ത് വെക്കുമ്പോൾ സാ ഒരു മൈന്യൂട്ട് ടൈമിൽ കേൾക്കുന്നുണ്ട്. കണ്ടോ, മാ വെക്കുമ്പോൾ ഗായുടെ ചെറിയൊരു ധ്വനിയുണ്ട്. മാ മാ ഇനി ചെറുവരല് കൊണ്ട് വായിക്കണം. ആ സെക്കൻഡ് സ്ട്രിങ്ങിൽ തന്നെ നമുക്ക് പാ വായിക്കാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിച്ചാൽ അത് ജണ്ട പ്രയോഗത്തിൽ വരില്ല. കാരണം ഓപ്പണാണ്. ഓപ്പൺ വായിച്ചാൽ ഒരിക്കലും ആ ഒരു ജണ്ട നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പോൾ മാ ഇവിടെ വെക്കുക, പാ മുകളിൽ വെക്കുക. പാ പാ
മായുടെ ചില ധ്വനി വരും, പാ മപ്പാന്ന് കേൾക്കും, പാ പാ പോലെ ധ. എല്ലാവരിലും എല്ലാ സ്വരങ്ങളും എടുത്തെടുത്ത് വെക്കണം. ധ ധ കേട്ടോ. മീ മീ സ സ തിരിച്ച് സ സ നീ നീ ധ ധ പാ പാ. തിരിച്ച് വരുമ്പോഴും പാ സെക്കൻഡ് സ്ട്രിംഗ് നിൽക്കണം. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കുക. മാ മാ ഗ ഗ നീ നീ സ സ. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടൊന്ന് വായിക്കാം. അതിൻ്റെ അടുത്ത കാലം വായിക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ എല്ലാവരും ജണ്ടവരിശ സാധകം ചെയ്യുക. ജണ്ടവരിശയുടെ അതായത് രീതിയിൽ തന്നെ ആ തനതായ ശൈലിയിൽ തന്നെ വായിച്ചാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമ്മുടെ വായനയിൽ ഉപകരിക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രയോഗങ്ങൾ വരണമെങ്കിൽ ഈ രീതിക്ക് തന്നെ വായിക്കണം. വേറെ ഒരു ആൾട്ടർനേറ്റ് മെത്തേഡ് അതിനില്ല. സിമ്പിൾ സൊല്യൂഷൻസ് ഒന്നുമില്ല. ഡയറക്റ്റ് വേയിൽ തന്നെ വായിച്ച് ശീലിക്കുക. പിന്നെ ചില തെറ്റായ രീതിയിൽ ഇത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതായത് തേർഡ് സ്ട്രിങ്ങിൽ തുടങ്ങാതെ ആ വിരലുകൾ എടുത്ത് വെക്കുന്ന ആ രീതി അല്ലാതെ വെറുതെ ബോവിട്ട് വായിക്കുന്നത്. ഞാൻ ഉദാഹരണം ഇങ്ങനെ വായിക്കാറുണ്ട്. ഇത് തെറ്റായ ഒരു രീതിയാണ്. ഇങ്ങനെ വായിച്ചാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവില്ല. അതുകൊണ്ട് വിരലുകൾ കൃത്യമായി വെച്ച് തേർഡ് സ്ട്രിങ്ങിൽ തുടങ്ങി ഓരോ സ്വരം വരുമ്പോഴും വിരലെടുത്ത് വെച്ച് തന്നെ പോവുക. അപ്പോൾ ആദ്യം വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അത് വായിച്ച് ശീലമായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു സൗന്ദര്യം നമുക്ക് മനസ്സിലാവും. അങ്ങനെ വായിക്കുന്നതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവും. അത് പല കൃതികൾക്കകത്തും വർണ്ണങ്ങൾക്കകത്തും ഇവൻ നമ്മൾ വായിക്കുന്ന പാട്ടുകൾക്കകത്ത് പോലും അതിൻ്റെ പ്രയോഗങ്ങൾ നമുക്ക് സഹായകരമായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുക. എല്ലാത്തരം ജണ്ടവരിശയുടെ പല പാറ്റേൺസ് ഒരുമിച്ച് ചേർത്ത് വായിക്കുന്ന ഒരു മെത്തേഡ് നമുക്കൊന്ന് നോക്കാം. ഞാൻ പാടിത്തരാം. ഇങ്ങനെയാണ്. ആദ്യം ഈ രണ്ട് സ്വരങ്ങൾ, ജണ്ട വരുന്ന രണ്ട് സ്വരങ്ങളുടെ ഇടയിൽ ഒരു കാര്യം ഇട്ട് പാടുക. ഒരു ദീർഘം സാ സ രീ രി ഗ ഗ. ലാസ്റ്റത്തെ സ്വരം മാത്രം ഡബിൾ. സാ സ രീ രി ഗ ഗ. നെക്സ്റ്റ് ഈ രണ്ട് സായ്ക്ക് ശേഷം, രണ്ട് സ്വരങ്ങൾക്ക് ശേഷം ദീർഘം സ സ രി രി ഗ ഗ. ലാസ്റ്റത്തെ സ്വരം ഡബിളായിട്ട് തന്നെ, കാര്യമില്ല. പിന്നെ ഇതിനെ മൂന്നായിട്ട് പാടുക. സ സ സ രി 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 ഗ ഗ. ലാസ്റ്റത്തെ സ്വരത്തിന് മാത്രം വ്യത്യാസമില്ല. പിന്നെ നോർമൽ സ സ രി രി ഗ ഗ മ മ എന്ന് പോകും. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ സ സ സ രി 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 ഗ ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ മ രി 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 ഗ ഗ ഗ മ മ രി രി ഗ ഗ മ മ പ
അടുത്ത സ്പീഡ് വായിക്കുമ്പോൾ നമ്മൾ ഇവിടെ വായിച്ച വരിശകൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് സാധകം ചെയ്യുക. അത് എത്രയും പെർഫെക്ഷനോടുകൂടി വായിക്കാൻ സാധിക്കുമോ അത്രയും പെർഫെക്ഷനായിട്ട് വായിക്കാൻ ശ്രമിക്കുക. പതുക്കെ പതുക്കെ ആദ്യം വായിച്ച് ശീലിക്കുക, പിന്നീട് സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെ വായിച്ച് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ജണ്ടവരിശകൾ മാത്രം കൊണ്ട് തന്നെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ വായന ശൈലിയിൽ ഉണ്ടാവും. അത് നമുക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടത് സാധകം ചെയ്യുക, ഒരു നിഷ്ഠയായിട്ട് കൊണ്ടുപോയി അത് സാധകം ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനും മുന്നോട്ടുള്ള പാഠങ്ങൾ ഈസി ആകാനും നല്ല ഒരു പ്ലേയിങ് സ്റ്റൈല്, ഒരു വളരെ ഭംഗിയുള്ള ഒരു പ്ലേയിങ് സ്റ്റൈൽ ഡെവലപ്പ് ചെയ്തെടുക്കാനും, കൈകൾ നല്ല ഭംഗിയായിട്ടിരിക്കുമ്പോൾ കൈകളുടെ ഭംഗി ആ കേൾക്കുന്ന ഭംഗിയിലും ഉണ്ടാവും. ഉറപ്പായിട്ടും കൈകൾ എത്രമാത്രം ഭംഗിയിലാണ് ആ വയലിലൂടെ മൂവ് ചെയ്യുന്നത്, ആ തന്ത്രികളിലൂടെ മൂവ് ചെയ്യുന്നത്, അതിൻ്റെ അതേ ഒരു ബ്യൂട്ടി കേൾക്കുന്നവരിലേക്കും എത്തും. അപ്പോൾ അതുകൊണ്ട് നല്ല കൈ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ പറയുന്ന പോലെ തന്നെ അതേ വിരലുകൾ തന്നെ വെക്കുകയും ആ വിരലുകൾ ഫ്ലെക്സിബിൾ ആക്കി എടുക്കാനായിട്ട് ഈ വരിശകൾ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും സാധകം ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി പറയുന്നു. അടുത്ത ഒരു പാഠവുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി.